ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ പിള്ളച്ചേട്ടൻ സത്യഭാമയുടെ വീട്ടുമുറ്റത്തേക്ക് വന്നതും വണ്ടി അവിടെ നിർത്തി വേഗം ഓടിക്കയറി വന്ന് രാഘവൻ സാറെ ചതിച്ചു രാമൻ സാറേ എന്ന് പറഞ്ഞു. ഉടനെ രാഘവൻ നായർ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. എന്താ പിള്ളേ, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ രാഘവൻ നായർ നടന്ന സംഭവങ്ങളെ രാഘവൻ നായരോട് പിള്ളേച്ചൻ വെളിപ്പെടുത്തുന്നു. എല്ലാം കേട്ടതോടെ രാഘവൻ നായർ ആകെ ചങ്ക് തകർന്ന അവസ്ഥയിൽ അങ്ങനെ നിൽക്കുന്നു. അതോടൊപ്പം വാർത്തകളെല്ലാം കേട്ട് സത്യഭാമയുടെ ആ ചതിയെക്കുറിച്ചറിഞ്ഞ ശ്യാമയും ഞെട്ടലോടെ നിൽക്കുകയാണ്. എല്ലാവരും ആകെ ആശങ്കപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണുവിനെ കുറിച്ച് ഒരറിവുമില്ല എന്നും വിഷ്ണു കുഞ്ഞ് എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല എന്നുമുള്ള പിള്ളേച്ചന്റെ വാക്കുകളുടെ ആയതോടെ രാഘവൻ നായരുടെ ഹൃദയം തകർന്നു. അപ്പോഴാണ് വിഷ്ണു ക്ഷേത്ര പരിസരത്തുള്ള ആ പാറക്കെട്ടിന് മുകളിൽ വന്ന് സത്യഭാമ ശാലിനിയോട് ചോദിച്ച ചോദ്യങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുന്നത്. സത്യ നിന്റെ മകളല്ലേ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി അതേ എന്ന് മറുപടി നൽകി. എന്നാൽ ആ കുഞ്ഞിനെ എവിടെ വെച്ച് പ്രസവിച്ചുവെന്നും എന്ന് പ്രസവിച്ചുവെന്നും മാത്രം ശാലിനി വ്യക്തമാക്കാതെ അത് തനിക്ക് പറയാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി പൊട്ടിക്കരഞ്ഞ കാര്യം വിഷ്ണുവിന്റെ ഓർമ്മയിലേക്ക് എത്തി. എന്ത് കാരണത്താലായിരിക്കും ശാലിനി അക്കാര്യം മറച്ചു വെച്ചത് എന്ന് വിഷ്ണു ഓർത്തു. എന്താണെങ്കിലും ഇതിന് പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. ശാലിനി ഒരിക്കലും എന്നെ വഞ്ചിക്കുകയില്ല, അത് സത്യമാണ്. അപ്പോഴേക്കും ശാലിനി പറഞ്ഞത് കൂടി വിഷ്ണുവിന്റെ മനസ്സിലേക്ക് എത്തി. ഈ ശ്രീകോവിലിനുള്ളിലിരിക്കുന്ന ഭഗവാനാണെങ്കിൽ സത്യം. ഞാൻ എന്റെ വിഷ്ണുവേട്ടനെ, ജീവന്റെ ജീവനായ എന്റെ വിഷ്ണുവേട്ടനെ ഞാൻ ഒരിക്കലും ചതിച്ചിട്ടില്ല എന്ന ശാലിനിയുടെ വാക്കുകൾ വിഷ്ണു ഓർമ്മിച്ചു. ശാലിനി എന്നെ ചതിക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. പക്ഷേ ശാലിനിയുടെ ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ എന്തോ ഒന്നുണ്ട്, എന്തോ ഒരു രഹസ്യം ശാലിനി മറച്ചു വെക്കുന്നുണ്ട്. അത് എനിക്ക് കണ്ടെത്തണം. അത് കണ്ടെത്തണമെങ്കിൽ അല്പം സാവകാശം വേണം. ഇനിയും ഞാനിവിടെ നിന്നാൽ അമ്മ മറുശ്രീയുമായിട്ടുള്ള വിവാഹത്തിന് തന്നെ നിർബന്ധിക്കും. അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ തൽക്കാലം ഇവിടെ നിന്ന് മാറി നിന്നേ തീരൂ എന്ന് വിഷ്ണു തീരുമാനിച്ചു. അങ്ങനെ ആ പാറക്കെട്ടിന് മുകളിൽ നിന്നുകൊണ്ട് എന്താണ്, എങ്ങനെയാണ് ശാലിനിയുടെ നാവിൽ നിന്ന് ആ സത്യം പുറത്തു കൊണ്ടുവരിക എന്നതിനെ കുറിച്ച് ആലോചിച്ച് ആശങ്കയോടെ നിൽക്കുമ്പോഴാണ് ആ പാറക്കെട്ടിന് മുകളിലേക്ക് മറ്റൊരു പെൺകുട്ടി പോകുന്നത് വിഷ്ണു ശ്രദ്ധിച്ചത്. ആ പെൺകുട്ടിയുടെ മനസ്സിൽ അവിടെ ക്ഷേത്രത്തിൽ നടക്കുന്ന തന്റെ വിവാഹത്തോടനുബന്ധിച്ച് നടക്കാൻ പോകുന്ന ചടങ്ങുകളെ കുറിച്ചും വിവാഹത്തിന്റെ നാദസ്വരവുമൊക്കെ ആ പെൺകുട്ടിയുടെ മനസ്സിൽ അലയടിക്കുന്നു. അതെല്ലാം കേട്ട് അങ്ങനെ ആകെ ഭയത്തോടെ, അല്ലെങ്കിൽ തന്റെ മനസ്സിൽ ഒരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് ആ പാറക്കെട്ടിന് മുകളിലേക്ക് അവൾ മറ്റൊന്നും ആലോചിക്കാതെയും ചിന്തിക്കാതെയും നടന്നു കയറുന്ന കാഴ്ച അപ്പുറത്തിരുന്ന വിഷ്ണു കാണാനിടയായി. വിഷ്ണു ആ പെൺകുട്ടി അവിടേക്ക് നടന്നു നീങ്ങുന്നത് കണ്ടതോടെ വിഷ്ണുവിന് മനസ്സിലായി, എന്തായാലും ഈ പെൺകുട്ടിയുടെ വരവ് അത്ര പന്തിയല്ല. ഒരു ദുരുദ്ദേശം ആ പെൺകുട്ടിയുടെ മനസ്സിലുണ്ട്, അത് തീർച്ചയാണ്. എന്തായാലും ആത്മഹത്യ ചെയ്യാനായി വന്നു കയറുന്ന ഈ പെൺകുട്ടിയെ എങ്ങനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം, അതിനെന്താണ് ഒരു പോംവഴി? പെട്ടെന്ന് എടുത്തു ചാടി ആ പെൺകുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ മണ്ടത്തരങ്ങളായി വരുത്തി വെക്കുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും ഒരു പോംവഴി കാണണം, അതാണ് തീർച്ച എന്ന് വിഷ്ണു ആലോചിച്ചു. അങ്ങനെ വിഷ്ണു ആ പെൺകുട്ടി ആ ആ പാറക്കെട്ടിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ ഒരുങ്ങുന്നെന്ന് മനസ്സിലാക്കിയതോടെ വിഷ്ണു പിന്നാലെ അവിടേക്ക് എത്തി. ആ പെൺകുട്ടിയുടെ നിൽപ്പും മട്ടുമൊക്കെ കണ്ടതോടെ കടുങ്കൈ ചെയ്യാനാണെന്ന് മനസ്സിലാക്കിയ വിഷ്ണു അവിടെ വന്ന് വിളിച്ചു പറഞ്ഞു, ഹലോ, സമയം കളയല്ലേ, ഞാനിവിടെ വെയിറ്റിംഗ് ആണേ എന്ന് വിഷ്ണു വിളിച്ചു പറഞ്ഞത് കേട്ട് ആ പെൺകുട്ടി ഞെട്ടലോടെ പിന്തിരിഞ്ഞു നോക്കി. ചിരിച്ചുകൊണ്ടുള്ള വിഷ്ണുവിന്റെ വാക്കുകൾ കേട്ടതും ഉടനെ തന്നെ ആ പെൺകുട്ടി ഞെട്ടലോടെ നോക്കുമ്പോൾ വിഷ്ണു പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അതെ, ഞാനിവിടെ കാത്തിരിക്കുക, തന്റെ ഊഴം കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത ഊഴത്തിലേക്ക് കടക്കാൻ എന്ന് പറഞ്ഞപ്പോ ആ പെൺകുട്ടി ഭയത്തോടെ പിന്തിരിഞ്ഞു നോക്കി. താൻ ആരാ എന്ന് ചോദിച്ചപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അതെ, ഞാനേ തന്നെ പോലെ തന്നെ ഇവിടെ ആത്മഹത്യ ചെയ്യാനായിട്ട് വന്നതാ. തന്റെ കാര്യം തീർന്നിട്ട് വേണം ഇനി എനിക്ക് ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കാൻ എന്ന് പറഞ്ഞപ്പോ വിഷ്ണുവിന്റെ മുന്നിൽ നിൽക്കുന്ന കണ്ട ആ പെൺകുട്ടി പറഞ്ഞു, താൻ എന്തിനാണ് ഇവിടെ വന്നത്? താൻ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? താൻ ഇവിടെ നിന്ന് ഞാൻ ചാടുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കാനാണോ വന്നത്? എന്നാലേ ഞാനിവിടെ വന്നത് ഒരു ഉറച്ച തീരുമാനത്തോടെയാണ്. അത് ഞാൻ നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതിൽ നിന്ന് ഞാൻ പിന്തിരിഞ്ഞ് മാറുകയുമില്ല. താൻ അതിനൊന്നും ശ്രമിക്കുകയും വേണ്ട എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു, അയ്യോ, ഞാൻ അങ്ങനെ പിന്തിരിപ്പിക്കാനൊന്നും വന്നതല്ല എന്ന് പറഞ്ഞു വിഷ്ണു ഉടനെ തന്നെ ആ പെൺകുട്ടിയോട് പറഞ്ഞു, അതെ, ഇവിടെ നിന്ന് ചാടാൻ പോകുമ്പോഴേ ഒരു കാര്യം എനിക്ക് അറിയാനുണ്ട്. കഴുത്തൊടിഞ്ഞ് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഒരു ബെഡിൽ കിടക്കാൻ, നരകയാതന അനുഭവിക്കാനാണോ തന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പം ആ പെൺകുട്ടി പറഞ്ഞു, ദേ, എന്നെ വെറുതെ നിരുത്സാഹപ്പെടുത്താനൊന്നും നോക്കണ്ട. ഞാൻ തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കും. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അതെ, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് വിഷ്ണു അരികിലേക്ക് ചെല്ലാൻ തുടങ്ങുമ്പോൾ, ദേ, എന്റെ അടുത്തേക്ക് വരണ്ട എന്ന് ആ പെൺകുട്ടി പറഞ്ഞത് കേട്ട് വിഷ്ണു പറഞ്ഞു, അല്ല, ഞാനൊന്നും ചെയ്യാനല്ല വരുന്നത്. ഞാനൊരു സൂത്രം കാട്ടിത്തരാം, അതിനു വേണ്ടിയാ എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം അപ്പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ദേ, താഴേക്ക് നോക്കി, അത് കണ്ടോ ആ പാറക്കെട്ട്? അത് മാത്രമല്ല, അതിന്റെ ഇപ്പുറത്ത് മരക്കുറ്റിയും ഉണ്ട്. ഇവിടുന്ന് വീണ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഴുത്തൊടിഞ്ഞ് മറ്റുള്ളവർക്ക് ബാധ്യതയായി ജീവിതകാലം മുഴുവൻ
ബെഡിൽ തന്നെ കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇവിടെ വെച്ച് എൻ്റെ ഈ തീരുമാനം ഞാൻ മാറ്റുകയാ. ഇവിടെ ആത്മഹത്യ ചെയ്യാനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല. കാരണം എൻ്റെ ഉദ്ദേശം നടപ്പിലാവില്ല. അതുകൊണ്ട് ഞാൻ മറ്റേതെങ്കിലും ഒരു നല്ല സ്ഥലം അന്വേഷിച്ച് പോവാ. ഇവിടെ എൻ്റെ ആഗ്രഹം സാധിക്കില്ല എന്നെനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് വിഷ്ണു പിന്തിരിഞ്ഞ് നടക്കുന്നു. വിഷ്ണു അവിടെ നിന്ന് പോകുന്നത് കണ്ടതോടെ ആ പെൺകുട്ടി താഴേക്ക് ഒന്നുകൂടി നോക്കി. എന്നിട്ട് ആ പെൺകുട്ടി ചോദിച്ചു, "അതേ, അവിടെ വന്ന് നിന്നേ" എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ പിന്നാലെ ആ പെൺകുട്ടി വന്നു. "താനങ്ങനെ അങ്ങ് പോയാലോ? താൻ എന്തിനാ ഇവിടെ വന്ന് എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? വലിയ വീമ്പൊക്കെ പറയുന്ന കേട്ടല്ലോ. താഴെ വീണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അല്ല, താൻ എന്തിനാ എന്റെ പിന്നാലെ വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ മരിക്കാൻ വന്നതാണെന്ന് തനിക്ക് മനസ്സിലായിട്ടും താൻ എന്തിനാ ഇങ്ങനെയൊക്കെ എന്നോട് പറയുന്നത്?" എന്ന് ചോദിച്ചപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, "അതേ, ഒരു കാര്യം ഞാൻ പറയട്ടെ. താൻ ആത്മഹത്യ ചെയ്യാനല്ലേ വന്നത്. പക്ഷേ ഇവിടുന്ന് ചാടിക്കഴിഞ്ഞാലേ താൻ അങ്ങനെ കഴുത്തൊടിഞ്ഞ് അവിടെ കിടക്കേണ്ടി വരും. അത് തീർച്ചയാണ്. അതുകൊണ്ട് ഞാൻ തന്നോട് അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ. പിന്നെ താനിപ്പോ ഇവിടേക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് വന്നതിന്റെ കാരണം എന്താന്ന് എനിക്കറിയാം. അല്ല, താനിപ്പോ ഇവിടെ വന്നതിന്റെ ആവശ്യം എന്താന്ന് എനിക്ക് മനസ്സിലായി. താൻ ഇവിടെ തെന്നിയടിച്ച് താഴേക്ക് വീണാലേ ഇത് തന്നെയാ സംഭവിക്കുക." അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, "അതേ, ഞാൻ തന്നെ രക്ഷിക്കാനൊന്നും വന്നതല്ല. തന്റെ തീരുമാനത്തിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കാനും വന്നതല്ല. താനിങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കിലേ അതിന് പിന്നിലൊരു കാരണമുണ്ട്. ഈ വേഷത്തിലേക്ക് താൻ ഇവിടേക്ക് വന്നത് ഒറ്റ ഒരു കാരണത്താലാണ്. താനെ പ്രണയ നൈരാശ്യം വന്ന ഒരാളാണ് ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ തനിക്ക് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ തന്റെ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം. തനിക്ക് പ്രണയ നൈരാശ്യം സംഭവിച്ചു എന്നത് സത്യം തന്നെയാണ്. താൻ ഇപ്പോഴും അയാളെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം ആത്മാർത്ഥമായി പ്രണയിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ ഈ പ്രണയബന്ധം മനസ്സിലാക്കിയ വീട്ടുകാർ നിങ്ങൾ തന്റെ വിവാഹം നടത്താൻ തീരുമാനിച്ചു. എന്നാൽ ഇക്കാര്യം അയാളെ അറിയിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. അയാളോട് ഇക്കാര്യം ഒന്ന് പറയാനായിട്ട് അയാളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ തനിക്ക് കഴിയുന്നില്ല. അതാണ് ഇപ്പോ താൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്താനുള്ള കാരണം. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ?" എന്ന് ചോദിച്ചപ്പോ ഉടനെ കാർത്തി ചോദിച്ചു, ആ പെൺകുട്ടി ചോദിച്ചു, "അല്ല, ഞാൻ ഇതൊക്കെ തനിക്ക് എങ്ങനെ മനസ്സിലായി? എന്റെ എന്റെ വിവാഹ ഉറപ്പിന് താൻ വന്നിട്ടുണ്ടായിരുന്നോ?" അതെല്ലാം കേട്ട് വിഷ്ണു പൊട്ടിച്ചിരിച്ചുകൊണ്ട് മറ്റൊരു പാറക്കെട്ടിനരികിൽ ചെന്നിരുന്നിട്ട് പറഞ്ഞു, "എടോ, ഞാൻ ഈ പറഞ്ഞതൊക്കെ ഊഹിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. അതിൽ കുറച്ചൊക്കെ ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. എടോ, സത്യത്തിൽ തന്റെ ഈ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ഞാൻ പറയാൻ കാരണം, താൻ ഈ അല്ലെങ്കിൽ വിവാഹത്തിനോ അല്ലെങ്കിൽ വിവാഹ നിശ്ചയത്തിനോ ആണ് പെൺകുട്ടികൾ ഇതുപോലെയൊക്കെ അണിഞ്ഞൊരുങ്ങി ആഭരണങ്ങളൊക്കെ ഇട്ട് നിൽക്കാറുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ താൻ ഇങ്ങനെ ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്യാനായി തയ്യാറായെങ്കിൽ അതിന് പിന്നിൽ ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട് എന്നതിന് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം തന്നെക്കുറിച്ച് ഊഹിച്ച് പറഞ്ഞത്. എന്താ ഞാൻ പറഞ്ഞതൊക്കെ സത്യമല്ലേ?" എന്ന് ചോദിച്ചപ്പോ ഉടനെ ആ പെൺകുട്ടി പറഞ്ഞു, "അല്ല, ഇതൊക്കെ സത്യമാണെന്ന് മനസ്സിലായേ. അല്ല, നിങ്ങളെങ്ങനെയാ ഇതൊക്കെ ഊഹിച്ചു പറഞ്ഞത്?" എന്ന് ചോദിച്ചപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, "എടോ, താനിപ്പോ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. താൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് അതിൽ നിന്ന് തനിക്ക് താൻ ആഗ്രഹിച്ച പോലെ ഒന്നും നടന്നില്ലെങ്കിൽ അത് വീട്ടുകാർക്ക് വലിയൊരു ബാധ്യതയായി താൻ മാറുകയില്ലേ? അവരുടെ വാശി കൂടുകയേ ഉള്ളൂ. വീണ്ടും തന്നെ വിവാഹത്തിനായി നിർബന്ധിച്ചേക്കില്ലേ? അല്ലെങ്കിൽ ഇങ്ങനൊരു അവസ്ഥയിൽ തന്റെ വീട്ടുകാരെ തോൽപ്പിക്കാൻ തനിക്ക് കഴിയുമോ? അവരുടെ മുന്നിൽ താൻ വീണ്ടും നാണം കെട്ട് പോവില്ലേ?" എന്നൊക്കെ വിഷ്ണു ചോദിച്ചു. അത് കേട്ടതും വിഷ്ണുവിന്റെ ആ ചോദ്യങ്ങൾ കേട്ട ആ പെൺകുട്ടി കുറെ നേരത്തേക്ക് ആലോചിച്ചു. എടോ, താനിപ്പോ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ നിന്ന് മാറി താൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ താൻ പ്രണയിക്കുന്ന അയാളോട് താൻ വിവരങ്ങളൊക്കെ പറയുന്നതിനായി ഒരു സാഹചര്യം കണ്ടെത്തി അക്കാര്യം അയാളെ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷകരമായി സുഖമായി ജീവിക്കത്തില്ലേ? താനിവിടെ നിന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തന്നെയും തന്റെ ജീവിതത്തെയും സ്നേഹിക്കുന്ന ആ മനുഷ്യന്റെ മനസ്സിനെ തന്നെ തകർത്ത് കളയുന്ന പ്രവൃത്തിയായി മാറില്ലേ? അയാളുടെ ജീവിതം തന്നെ ഇല്ലാതാവില്ലേ താൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ നിന്ന്? അയാൾക്ക് തന്നെ അത്രത്തോളം ഇഷ്ടമാണെങ്കിൽ അയാളെ വീണ്ടും നിരാശയിലാഴ്ത്തില്ലേ തന്റെ ഈ തീരുമാനം?" എന്നൊക്കെ ചോദിച്ചപ്പോ കുറച്ചു നേരത്തേക്ക് ആ പെൺകുട്ടി അതിനെക്കുറിച്ച് ആലോചിച്ചു. അല്പനേരം അങ്ങനെ ആലോചിച്ച് വെക്കുമ്പോൾ വിഷ്ണു അരികിലേക്ക് എന്ന് ചോദിച്ചു, "അല്ല, ഞാൻ ചോദിച്ചതൊക്കെ തനിക്ക് മനസ്സിലായില്ലേടോ? ഞാൻ പറഞ്ഞത് തനിക്ക് മനസ്സിലാവുന്നില്ലേ? ഞാനിപ്പോ ഇങ്ങനെയൊക്കെ ഒരു കാര്യം പറഞ്ഞത് എന്ത് കാരണത്താലാണെന്ന് തനിക്ക് മനസ്സിലാവുന്നില്ലേ? എടോ, ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതൊക്കെ സംഭവിക്കുകയുള്ളൂ" എന്ന് പറഞ്ഞപ്പോ, "ഇനി എന്നോട് ഇക്കാര്യങ്ങൾ തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് തനിക്ക് എന്നോട് തുറന്നു പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ തുറന്നു പറയാം. എനിക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ സഹായിക്കാമെന്ന്" വിഷ്ണു പറയുമ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, "എന്റെ പേര് കാർത്തിക എന്നാണ്. ഞാൻ സ്നേഹിച്ചത് ആളുടെ പേര് ഹർഷൻ. ഞങ്ങൾ തമ്മിൽ വലിയ സ്നേഹത്തിലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോഴും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. അതിനിടയിൽ അവന് യുഎസിൽ ഒരു ജോലി കിട്ടി. അവിടേക്ക് അവൻ പോവുകയും ചെയ്തു. അതിനുശേഷം അവനെ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല.
അതിനിടയിൽ അവൻ ഈ നാട് വിട്ടു പോയെന്നറിഞ്ഞതോടെ എന്റെ വീട്ടുകാർ എന്നെ വിവാഹത്തിനായി നിർബന്ധിച്ചു. മറ്റൊരു വിവാഹത്തിന് വേണ്ടി അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. അങ്ങനെ വിവാഹ നിശ്ചയം വരെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോ അത് കേട്ടതോടെ വിഷ്ണു ചോദിച്ചു, അപ്പൊ വിവാഹ നിശ്ചയമാണിപ്പോ. അപ്പോ വിവാഹം കഴിക്കാൻ പോകുന്ന ആളോട് തനിക്ക് കാര്യങ്ങൾ തുറന്നു പറയത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോ ആ പെൺകുട്ടി പറഞ്ഞു, അങ്ങനെ ഒരു സാഹചര്യം ഒത്തിണങ്ങി വന്നില്ല. അയാളോട് സത്യങ്ങൾ തുറന്നു പറയാനായിട്ട്, അയാളെ ഈ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ഒരു സാഹചര്യം എനിക്ക് കിട്ടിയില്ല എന്ന് ആ പെൺകുട്ടി പറഞ്ഞു. അങ്ങനെ കാർത്തികയുടെ വാക്കുകൾ കേട്ടതും വിഷ്ണു ചോദിച്ചു, അപ്പോ താൻ സ്നേഹിക്കുന്ന ഹർഷം മടങ്ങി വരുന്നത് വരെ തനിക്ക് ഒന്ന് മാറി നിൽക്കണം അല്ലെ? അതാണല്ലേ തന്റെ ആവശ്യം എന്ന് ചോദിച്ചപ്പോ, അങ്ങനെയാണെങ്കിൽ തനിക്ക് തന്റെ കൂട്ടുകാരുടെ ആരെങ്കിലും വീട്ടിലേക്ക് പോയിക്കോടെ എന്ന് ചോദിച്ചപ്പോഴേക്കും ഉടനെ ആ പെൺകുട്ടി പറഞ്ഞു, കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയാല് അത് ശരിയാവില്ല. അവിടെ എത്തി അച്ഛൻ നിസ്സാരമായി ഒരു പൂച്ചക്കുട്ടിയെ പൊക്കുന്ന പോലെ എന്നെ ഇവിടുന്ന് തൂക്കിയെടുത്തോണ്ട് പോകും. അത് തീർച്ചയാണ് എന്ന് എന്റെ കൂട്ടുകാരിമാരെയെല്ലാം അച്ഛൻ അറിയുകയും ചെയ്യാമെന്ന് കാർത്തിക അറിയിച്ചു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതും വിഷ്ണു ചോദിച്ചു, ഓ അപ്പൊ അതാണ് ശരി. അപ്പൊ തന്റെ ഹർഷൻ ഇനി എന്നത്തേക്കാ എത്തുന്നത് എന്ന് വിഷ്ണു അന്വേഷിച്ചപ്പോ 2 ആഴ്ചക്കുള്ളിൽ ഹർഷം വരുമെന്ന് വിഷ്ണുവിനോട് ആ പെൺകുട്ടി മറുപടി നൽകി. എല്ലാം കേട്ടതിന് ശേഷം വിഷ്ണു പറഞ്ഞു, എടോ, തന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ തനിക്ക് തന്നെ ആരും പൊക്കിക്കൊണ്ട് പോകത്തില്ലാത്ത ഒരിടം ഉണ്ടായിരുന്നു, എന്റെ വീട്. പക്ഷേ അവിടെ ഇതിനേക്കാളേറെ പ്രശ്നങ്ങളാണിപ്പോ എന്ന് വിഷ്ണു പറയുമ്പോ ഉടനെ ആ പെൺകുട്ടി ചിരിച്ചുകൊണ്ട് അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, അത് ശരി, ഞാനോർത്തു ഇത്ര വലിയ പോസിറ്റീവായിട്ടൊക്കെ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച ആളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്നും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും ഇയാൾക്കുള്ളതെന്നായിരുന്നു ഞാൻ കരുതിയത്. അപ്പോ അതിനേക്കാളും വലിയ പ്രശ്നത്തിലാണ് ഇയാളെന്ന് പറയുമ്പോ എന്താ തന്റെ പ്രശ്നം, ഞാൻ ഒന്ന് കേൾക്കട്ടെ എന്ന് വിഷ്ണുവിനോട് ആ പെൺകുട്ടി ചോദിച്ചു. ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന്, എൻ്റെ ജീവിതം എന്താണെന്നും ഒരു പുസ്തകത്തിൽ വരച്ചിട്ട പോലെ, ഒരു വെള്ള കളറിൽ എഴുതിയതുപോലെ ഞാൻ പറഞ്ഞില്ലേ. ഇനിയും തന്റെ പ്രശ്നം എന്താന്ന് ഒന്ന് പറഞ്ഞൂടെ എന്ന് ചോദിച്ചപ്പോ ഉടനെ വിഷ്ണു പുഞ്ചിരിച്ചുകൊണ്ട് ആ പെൺകുട്ടിയോട് തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ പറയാൻ തയ്യാറാവുന്നു. അങ്ങനെ കാർത്തികയുടെ മുന്നിൽ വിഷ്ണു തന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നു. ശാലിനിയുമായിട്ടുള്ള തന്റെ ജീവിതത്തിലെ ഓരോ നിർണായക നിമിഷങ്ങളും വിഷ്ണു ആ പെൺകുട്ടിക്ക് മുന്നിൽ തെളിവാക്കി. ശാലിനി സത്യാമ്മയ്ക്ക് വാക്കുകൊടുത്തതും IAS എന്ന തന്റെ മോഹം താൻ ഉപേക്ഷിക്കാമെന്ന് വാക്കുകൊടുത്തതും അതിനുശേഷം ഒരു IAS കാരിയായി മാറിയതിന്റെ പേരിൽ സത്യഭാമ ശാലിനിയെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചതും പിന്നീട് ജില്ലാ കളക്ടറായി ശാലിനി തിരികെ നാട്ടിലേക്ക് എത്തിയതും അതിനുശേഷം തനിക്കിഷ്ടമല്ലാത്ത മറ്റൊരു പെൺകുട്ടിയുമായിട്ടൊരു വിവാഹത്തിന് തന്റെ അമ്മ നിർബന്ധിച്ചതും അവസാന നിമിഷം തന്റെ ഭാര്യ തനിക്ക് വേണ്ടി ക്ഷേത്രത്തിലേക്ക് എത്തിയതും അമ്മയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടി തന്റെ ഭാര്യ നിന്നതും എന്നാൽ തന്റെ വിഷ്ണുവേട്ടനെ ഒരിക്കലും ചതിച്ചിട്ടില്ല എന്ന് തന്റെ ഭാര്യ പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിഷ്ണു ആ പെൺകുട്ടിക്ക് മുന്നിൽ വെളിപ്പെടുത്തി. അവൾ മറച്ചു വയ്ക്കുന്ന സത്യം എന്താണെന്ന് എനിക്ക് പുറത്തു കൊണ്ടുവരണം. അതിന് എനിക്കല്പം സാവകാശം വേണം. ഞാനിപ്പോൾ മടങ്ങി ചെന്നു കഴിഞ്ഞാൽ അമ്മ എന്നെ വീണ്ടും മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കും. ആ വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു വഴിയാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് വിഷ്ണു പറഞ്ഞപ്പോ ഉടനെ ആ പെൺകുട്ടി കാർത്തിക അരികിലേക്ക് എത്തി പറഞ്ഞു, അത് ശരി, ഇപ്പോ ഉരുളി ചെന്ന് മദ്ദളത്തോട് തന്റെ കഥ പറഞ്ഞതുപോലെ ആയല്ലോ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു അതെല്ലാം കേട്ട് ചിരിക്കുന്നു. അതിനുശേഷം ആ പെൺകുട്ടി വേഗം വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അതെ, ഇപ്പോ നമ്മൾ രണ്ടുപേരുടെയും കഥ കേട്ടിട്ട് എനിക്ക് ഒരു കാര്യം മാത്രം ഉറപ്പായി. മാഷേ, നമ്മുടെ രണ്ടുപേരുടെയും പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരേ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ. ആ ഒരു പരിഹാരമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് മാഷ് തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു കാർത്തിക പറയുന്നത് കേൾക്കാനായിട്ട് കാത്തു. എന്താ എന്താ താൻ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചപ്പോ ഉടനെ കാർത്തിക പറഞ്ഞു, അതെ, ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം പറയുമ്പോൾ എന്റെ വീട്ടുകാർക്ക് കൊടുക്കുന്ന ഒരു തിരിച്ചടിയും അതുപോലെ തന്നെ മാഷിന്റെ വീട്ടുകാരെ മാഷിന്റെ ഈ പ്രശ്നത്തിൽ നിന്ന് മാഷിന് രക്ഷപ്പെടാനായിട്ട് ഒരു പോംവഴിയും കൂടിയാണ്. മാഷിന്റെ വീട്ടുകാർ ഇനി ഒരിക്കലും വിവാഹത്തിന് മാഷിനെ നിർബന്ധിക്കാതിരിക്കാനും അതിനെല്ലാത്തിനും കൂടിയാണ് ഇങ്ങനെ ഒരു വഴി ഞാൻ പറയുന്നത്. എന്താ മാഷിന് സമ്മതമാണോ എന്ന് ചോദിച്ച് അങ്ങനെ ആ പെൺകുട്ടി ആ ബുദ്ധി പറഞ്ഞത് കേട്ടതോടെ വിഷ്ണുവിന് നേരെ കൈ നീട്ടിയതും വിഷ്ണു ആ പെൺകുട്ടിയുടെ കൂട്ടുകൂടാൻ തയ്യാറാകുന്നു. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും ബന്ധുക്കളെ ഒരു പാഠം പഠിപ്പിക്കാൻ അവർ പരസ്പരം കൂട്ടുചേർന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്തു. വിഷ്ണു ആ പെൺകുട്ടിയുടെ തന്റെ കൈകൾ ചേർത്ത് പിടിച്ച് ആ പെൺകുട്ടിയെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുന്നു. അങ്ങനെ വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങി തിരിക്കുമ്പോൾ സത്യഭാമ കാരണം തന്റെ മകന്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം കേട്ട് ആകെ തളർന്നിരിക്കുകയാണ് രാഘവൻ നായർ. ശ്യാമയും ആകെ സങ്കടത്തോടെ അങ്ങനെ ഇരിക്കുമ്പോൾ പൊന്നി പിള്ളാച്ചനോട് ചോദിച്ചു, പിള്ളച്ചേട്ടാ, പോലീസിൽ വിവരം അറിയിക്കണ്ടേ? അത് കേട്ടതും പിള്ളാച്ചൻ പറഞ്ഞു, രാഘവൻ സാറ് ഒന്നും പറയുന്നില്ലല്ലോ പൊന്നി. ഇപ്പോഴത്തെ
മട്ടും ഭാവം കണ്ടിട്ട് അതത്ര പന്തിയല്ല എന്ന് പറഞ്ഞപ്പോ പൊന്നി പറഞ്ഞു, എന്നാലും എങ്ങനെയാ പിള്ളച്ചേട്ടാ ഇപ്പോഴത്തെ അവസ്ഥയിൽ സത്യാമ്മ ഇങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുത്തപ്പോ, ഇങ്ങനെ ഒരു ചതി കാട്ടിയപ്പോ ഇനി ജീവിച്ചിരിക്കണ്ട എന്ന് തന്നെ വിഷ്ണു കുഞ്ഞ് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയാലോ? അവസാനം എന്തെങ്കിലുമൊക്കെ പ്രശ്നമായി കഴിയുമ്പോൾ ഇവിടുത്തെ കാര്യസ്ഥൻ എന്ത് ചെയ്യുകയായിരുന്നു എന്ന ഒരു ചോദ്യം പിള്ളച്ചേട്ടന് നേരെ ഉണ്ടാവില്ലേ എന്ന് പൊന്നി പിള്ളാച്ചനോട് ചോദിക്കണം. ഇതെല്ലാം കേട്ട ശ്യാമ പൊട്ടിക്കരയാൻ തുടങ്ങുന്നത് കണ്ട് പിള്ള പറഞ്ഞു, എന്റെ പൊന്നി, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടല്ലേ ശ്യാമക്കുഞ്ഞ് സങ്കടപ്പെടുന്നത്. എന്തായാലും സത്യാമ്മയോട് ഒരു അനുവാദം ഇല്ലാതെ, സത്യാമ്മയോട് പോലും ചോദിക്കാതെ എങ്ങനെയാ എന്ന് പിള്ളാച്ചൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ രാഘവൻ നായർ ആകെ ചങ്ക് തകർന്ന് അങ്ങനെ ഇരിക്കുന്നു. അപ്പോഴാണ് ഗേറ്റ് കടന്ന് സത്യഭാമയുടെ കാറ് മുറ്റത്തേക്ക് എത്തിയത്. സത്യഭാമ വരുന്നത് കണ്ടതോടെ പൊന്നി പറഞ്ഞു, ദാ സത്യാമ്മ എത്തിയല്ലോ. ഉടനെ തന്നെ പിള്ള എന്താണ് സത്യാമ്മ മടങ്ങിയെത്തിയതിനു ശേഷമുള്ള കാര്യം എന്നറിയാനായി, വിഷ്ണുവിന്റെ വിവരം എന്തെങ്കിലും അറിഞ്ഞോ എന്നറിയാനായിട്ട് പിള്ളാച്ചൻ വേഗം സത്യാമ്മയുടെ അരികിലേക്ക് ഓടിയെത്തി. പിള്ള മുറ്റത്തേക്ക് ഓടി വന്നതും സത്യാമ്മയ്ക്ക് അരികിലെത്തി പിള്ള ചോദിച്ചു, സത്യാമ്മേ, വിഷ്ണുമോന്റെ കാര്യം എന്തേലും അറിഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഒന്നുമില്ല എന്ന രീതിയിൽ തല കുലുക്കി സത്യാമ്മ ആകെ വിഷമത്തോടെ അകത്തേക്ക് കയറാനായി ഒരുങ്ങുമ്പോൾ രാഘവൻ നായർ അവിടെ നിന്ന് പറഞ്ഞു, ഭാമേ അവിടെ നിൽക്ക്. അത് കേട്ടതും ഭാമ ഞെട്ടലോടെ നോക്കുമ്പോൾ രാഘവൻ നായർ കലിയോടെ വാതുക്കലേക്ക് നിന്നു. ഭാമ ആകെ ഞെട്ടിത്തെറിച്ചങ്ങനെ നോക്കുമ്പോ രാഘവൻ നായർ പറഞ്ഞു, ആ പടി കടന്നു നീങ്ങോ അകത്തേക്ക് വന്നാലുണ്ടല്ലോ, ഈ രാഘവൻ നായർ അതിന് സമ്മതിക്കില്ല എന്ന് രാഘവൻ നായർ ദേഷ്യത്തോടെ ഭാമയോട് പറയുന്നു. ഭാമ ഞെട്ടലോടെ ഇങ്ങനെ നോക്കുമ്പോ രാഘവൻ നായർ പറഞ്ഞു, ഭാമേ, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ആ പടി കടന്ന് നീ അകത്ത് കയറി പോകരുത്, രാഘവൻ നായരാ പറയുന്നത്. അത് കേട്ടതും ആകെ ആശങ്കപ്പെട്ട് അങ്ങനെ നോക്കുകയാണ് സത്യഭാമ. അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, ഭാമേ, ഇവിടെ നിന്ന് നീ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ എന്റെ മോൻ എവിടെ? അവനെ നീ ആദ്യം തിരികെ കൊണ്ടുപോവാ. അവനെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം മാത്രം നീ ഈ വീട്ടിലേക്ക് കയറിയാൽ മതി. ഏതെങ്കിലും പൊട്ടക്കുളത്തിലോ കിണറ്റിലോ റെയിൽവേ ട്രാക്കിലോ എവിടെയാണെങ്കിലും ശരി, എവിടെ പോയിട്ടാണെങ്കിലും ശരി, എന്റെ മകനെ നീ തിരിച്ചു കൊണ്ടുവന്നിരിക്കണം. അവനെ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരാതെ ഭാമേ, നിന്നെ ഈ വീട്ടിൽ ഞാൻ കയറ്റില്ല. എന്റെ മകനെ ഇവിടെ നീ കൊണ്ടുവരാതെ ഈ വീട്ടിൽ കയറാമെന്ന് നീ കരുതുകയും വേണ്ട. പോ ഭാമേ, പോയി എന്റെ മകനെ കൂട്ടിക്കൊണ്ടുവാ എന്ന് സത്യഭാമയോട് രാഘവൻ നായർ ദേഷ്യത്തോടെ പറയുമ്പോ, അല്ലാതെ ഈ പടി കയറാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല എന്ന് സത്യഭാമയോട് രാഘവൻ നായർ പറയുമ്പോ രാഘവൻ നായരുടെ ആ കടുത്ത തീരുമാനം കേട്ട് ചങ്ക് തകർന്ന് സത്യഭാമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാഘവൻ നായരുടെ ദയക്കായി കണ്ണീരോടെ കാത്തു നിൽക്കുന്നു.